അധിക മുഖവരെ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നല്ല ക്രിസ്പി ചിക്കൻ ഫിംഗേഴ്സ്. അത് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, അവരെ പോലെ തന്നെ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്തെന്ന് നോക്കിയാലോ, വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുക്കിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ വിന്നേഴ്സിനൊക്കെ ഞാൻ ഗിഫ്റ്റുകളെല്ലാം ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ 1-ാം തീയതി ഗിവ് അവേ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. പക്ഷെങ്കിൽ 5-ാം തീയതി എല്ലാവരും കോണ്ടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് 6 പേരും കോണ്ടാക്ട് ചെയ്തു. അവർക്കുള്ള ഗിഫ്റ്റുകളെല്ലാം തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ 7-ാമത്തെ ആൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. 5 days എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സിന് സങ്കടം തോന്നിയോണ്ട് ഞാൻ 10 days വെയിറ്റ് ചെയ്തു. ഇന്ന് 10-ാം തീയതിയാണ്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുമല്ല, ഞാൻ മെയിലിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, ആളെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ അല്ലാതെ മെസ്സേജ് ഇട്ട് നോക്കി, എനിക്ക് ഒരു വിധത്തിലും ആളുടെ അനക്കമേ ഇല്ല. അതിനർത്ഥം എനിക്കറിയത്തില്ല ഇനി ആള് വെല്ലല്ലയോ, ഇനി നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും എൻ്റെ പ്രോമിസ് എനിക്ക് കീപ്പ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്, ഒരാളെ കേട്ടോ. ആ ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നിന്നായിരിക്കും കേട്ടോ. വിന്നറെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് 3 daysന് ശേഷമായിരിക്കും. വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം ഇന്ന് ചൊവ്വാഴ്ച, ഇനി ബുധൻ, വ്യാഴം. അപ്പൊ നമ്മുടെ വിന്നറെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിസ്പി ചിക്കൻ ഫിംഗേഴ്സ് ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടത് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് കണ്ടോ. ഇത് 2 എണ്ണം കണ്ടാൽ ഒന്നും തോന്നത്തില്ല, പക്ഷേ ഇത് 1/2 കിലോ ഉണ്ട് കേട്ടോ. ഇതിനെ നിങ്ങൾ ആദ്യം നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫ്ലേവേഴ്സ് ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് കയറും. അത് മാത്രമല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ അല്ലേ? ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന മസാലയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. ഇതുണ്ടോ? വേണ്ട ചിക്കൻ നിങ്ങൾക്ക് അറിയാലോ, ചിക്കൻ ഫിംഗേഴ്സിന് അധികം വലിപ്പം വേണ്ടതാ. ഞാനിതിനെ ഒന്നുകൂടെ മുറിച്ചെടുക്കുകയാണ്. നമ്മുടെ പീസസ് എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല നീളത്തിൽ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട സാൾട്ട്, ഇതുണ്ടോ, നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ സോയ സോസ് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ആവശ്യത്തിനുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സോയ സോസ്. ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ, നിങ്ങൾക്ക് ഏത് ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ശകലം നാരങ്ങ നീര് കണ്ടോ. നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു 1/2 ടീസ്പൂൺ നമുക്കൊരു പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ബ്ലാക്ക് പൗഡർ ചേർത്താലും മതി. ശകലം മഞ്ഞപ്പൊടി. അടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് യോഗട്ട് കേട്ടോ. ഇത് യോഗട്ട് 1/2 ടീസ്പൂൺ മതിയാവും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മുട്ട കേട്ടോ. കോഴിക്കുട്ടി പോയി ഒരു കോഴിമുട്ട എടുത്തോണ്ട് വരിക. ഇതിനെ ഒരെണ്ണം മുഴുവനോടെ കേട്ടോ, വെള്ളം മാത്രമല്ല, നമ്മൾ അതിന്റെ ഉണ്ണിയും കൂടെ എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ബീറ്റ് ചെയ്ത് നമ്മുടെ എഗ്ഗിനെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്. നമുക്ക് ഇവരെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ല സുന്ദരമായിട്ട് ഇവരെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി. ഇതിനെല്ലാം കൂടെ വരുമ്പോൾ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞാലും അടിപൊളിയായിട്ടുണ്ട്. മിക്സ് നന്നായിട്ടായിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് സ്നേഹത്തിൽ ഇരിക്കട്ടെ. ഇവനെ നമുക്ക് ഒരു 20 to 30 minutes ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ക്ലിങ് ഫിലിം വെച്ച് നന്നായിട്ടൊന്ന് മൂടി. ഇല്ല, നിങ്ങൾ വെറുതെ ഒരു പാത്രം എടുത്ത് വെച്ചാലും മതി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ് ക്ലിങ് ഫിലിം തപ്പി പോരുതേ. കിട്ടുന്ന കൈ വെച്ചിട്ട് മൂടുക, ഫ്രിഡ്ജിലോട്ട് വെക്കുക. അവനെ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ എല്ലാവരും അല്ലേ. ഈ സമയത്തേക്ക് നമുക്കതിനെ ഇട്ട് മുക്കിയെടുക്കാനുള്ള ആ ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയുള്ള ആ മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്ന് വെച്ചാൽ ഫ്ലവർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സെൽഫ് റൈസിങ് ഫ്ലവർ ആണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലെയിൻ ഫ്ലവർ ഉപയോഗിച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡർ ആവശ്യത്തിനുള്ളത് ഇടാം. ഇതിപ്പം സെൽഫ് റൈസിങ് ആയിട്ട് തന്നെ ഇതിനകത്ത് എല്ലാം തന്നെ ഉണ്ട്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്കൊരു 100 അല്ലെ 150 ഗ്രാംസ് മതിയാവും കേട്ടോ ഈ പൊടി. ഇതാണ്, ഇതിനകത്ത് മുക്കി എടുത്തിട്ടായിരിക്കും നമ്മൾ വറക്കുന്നത് കേട്ടോ. അതിനുവേണ്ടിയുള്ള മിക്സറാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്.
ഇതിലേക്ക് നമുക്ക് ശകലം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇച്ചിരി പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പെപ്പർ പൗഡർ, കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കുറച്ച് മതിയാവും പോകുന്നത്. ഇതെന്നാ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? വീട്ടിൽ നിന്നും സ്നേഹത്തോടുകൂടി പപ്പായും അമ്മയും തന്നു വിട്ട അരിപ്പൊടിയാണിത്. ഞങ്ങളുടെ പാടത്തുനിന്ന് എടുത്ത അരി പൊടിച്ചെടുത്ത റൈസ് ഫ്ലോർ നല്ല വറുത്ത് പൊടിച്ച് വെച്ചേക്കാണ്. എന്തായാലും ഞാൻ ഇതിലേക്കൊന്ന് ഇടാൻ പോവാം. കുറച്ച് മതിയാവും കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി. ദാറ്റ്സ് ഇറ്റ്. ഈ പൊടിയിലേക്ക് ഇനി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചില്ലി പൗഡർ ചേർക്കാം. ഞാനിവിടെ നമ്മുടെ എരിവില്ലാത്ത കാശ്മീരി ചില്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ശകലം നമ്മുടെ വെളുത്തുള്ളി ചേർക്കും കേട്ടോ. ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് അങ്ങ് ഇട്ടു. നന്നായിട്ട് അരഞ്ഞ പോലെയുണ്ട്. വെളുത്തുള്ളി ഇച്ചിരി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ, നമ്മുടെ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഇതിട്ടേക്കുന്നത്. അപ്പോൾ ഇവരെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് എന്നാ പറഞ്ഞാൽ ഈ പൊടിക്ക് കേട്ടോ. നമ്മൾ ഇത്രയൊക്കെ ചേർത്തില്ല, ഗാർലിക്കിൻ്റെ എല്ലാം കൂടെ പെപ്പറും എല്ലാം കൂടെ വന്നപ്പോഴേക്കും നല്ലൊരു മണം വരുന്നുണ്ട് ഇതിനകത്തുനിന്ന് എന്തായാലും. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ റെഡി ആയിട്ടിരിപ്പുണ്ട് കണ്ടോ, നല്ല തണുത്തിരിപ്പുണ്ട്. എന്തായാലും നമ്മുടെ പൊടിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിന് ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇതിനെ മുക്കിയെടുക്കുക, വറുത്തെടുക്കുക. അപ്പം നന്നായിട്ട് തന്നെ വരട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവനെ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സിനെ വറുത്തെടുക്കുവാൻ വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചു. അപ്പം നമ്മുടെ സ്വന്തം കൈ ഉപയോഗിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരു മീറ്റിനെ ഇങ്ങ് എടുക്കുക. ഓക്കെ, കണ്ടോ നല്ല സുന്ദരമായിട്ടിരിക്കുന്ന കണ്ടോ. ഇതിനെ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് എടുക്കുക. ഈ പൊടിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങ് എടുക്കുക. കണ്ടോ, ഭയങ്കര പാവമായിട്ട് ഇപ്പം അവൻ്റെ കിടപ്പ് ഭയങ്കര സോഫ്റ്റ്. നമ്മൾ ചതച്ചോണ്ടിട്ടേക്കുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ആരോഗ്യമൊന്നുമില്ല. കണ്ടോ അവൻ്റെ കിടപ്പ് കണ്ടോ, അവൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചതച്ചൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തന്നെ എടുക്കും. ഇതൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം, ഈ പൊടി ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. ഓക്കെ കേട്ടോ, നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം ഓരോന്നും. പൊടി നന്നായിട്ട് അവസാനം ഒന്ന് കുടയണം, അല്ലെങ്കിൽ അതിനകത്ത് പൊടിയുടെ മേളമായിരിക്കും കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് എണ്ണ കിടന്ന് മൂക്കാൻ തുടങ്ങി കേട്ടോ. കണ്ടോ അവൻ്റെ കിടപ്പ് കണ്ടോ. ഓ, നമ്മൾ മറിച്ചിടുമ്പോൾ അതിൻ്റെ ആ കളർ വ്യത്യാസം കണ്ടോ. ആ പിരിവിര നല്ല ക്രിസ്പിനെസ് ആയിട്ട് ഇപ്പോഴേ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്നത് കണ്ടോ. അതുപോലെ ഇവനെയൊക്കെ കണ്ടോ, ഇതിൻ്റെയൊക്കെ ഷേപ്പും അടിപൊളി. നല്ല സുന്ദരമായിട്ട് വരുന്നുണ്ട്. ഓ, ഇതുണ്ട് ഓൾറെഡി ഇതിൻ്റെ കളർ മാറാൻ തുടങ്ങി. നമ്മുടെ KFCയുടെ ഒക്കെ ലുക്കായി. ഇപ്പോൾ KFC ചിക്കനൊക്കെ വാങ്ങുന്ന പോലത്തെ ആ പിരിവിരിപ്പും ക്രഞ്ചിനെസ്സുമാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ നല്ല സുന്ദരമായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ക്രഞ്ചിനെസ് ഇപ്പോഴേ എനിക്ക് കോരുമ്പോഴേ അറിയാം. നല്ല കിലാന്ന് അവനിരിക്കുന്നത് കണ്ടോ. കണ്ടോ നിങ്ങൾ, അടിപൊളി. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇതിലേക്ക് ഒന്ന് മാറ്റാം. കണ്ടോ, കണ്ടോ സുന്ദരമായിട്ടില്ലേ. പക്ഷേ ഈ ലൈറ്റും മട്ടത്ത് എങ്ങനെ നിങ്ങൾ കാണുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല സുന്ദരമായിട്ടുണ്ട്. എനിവേ ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കിയിട്ട് നിങ്ങളടുത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ക്രിസ്പി ചിക്കൻ ഫിംഗേഴ്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കട്ടെ, ടേസ്റ്റ് ചെയ്യാമേ. അതുപോലെ തന്നെ ഞാനിവിടെ 2 സോസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, പിള്ളേർക്ക് വേറെ ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മയണൈസും ഇത് സ്വീറ്റ് ചില്ലി സോസാണ് കേട്ടോ. അവർക്ക് അതാ ഇഷ്ടം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ കെച്ചപ്പ് എടുത്ത് വെച്ചാലും മതിയാവും. എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് പറയുന്നു, എന്താ നല്ല സുന്ദരമായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഡിപ്പ് ചെയ്യാൻ പോകും ഇതിനകത്തോട്ട്. തിന്ന് നോക്കാമേ. എല്ലാവർക്കും വേണ്ടി കേട്ടോ, എല്ലാവർക്കും വേണ്ടി. ചിയേഴ്സ്. ഐ ലവ് ഇറ്റ്. എന്ത് സോഫ്റ്റ് ആയിട്ടാ നോക്കിയേ മീറ്റ് വന്നേക്കുന്നേ കേട്ടോ. പെട്ടെന്ന് കുക്കാന്ന്. നമ്മുടെ ഓർക്കും പച്ച മീറ്റ് അല്ലേ ഇന്ന്. ഭയങ്കര ഫാസ്റ്റിലാണ് എനിക്ക് കുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയത്. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് ജസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിലും ഒരുപാട് നല്ലതാണ്. നമ്മൾ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടാക്കുമ്പോഴേക്കും ഒട്ടും സമയം എടുക്കത്തില്ല. നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് ഫിനിഷ് ആയിന്ന്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എന്തെങ്കിലും കൊച്ചു കൊച്ചു ഫംഗ്ഷൻസ് ഒക്കെ വീടുകളിൽ വെക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.